أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1668 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 37-38 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 37-38 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു മുമ്പ് പരാമർശിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു അവിടെ ഒരു നിർദ്ദേശം നൽകുന്നത് നമ്മൾ കാണുകയുണ്ടായത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്നതാണ് തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത ആയത്തുകളുടെ ഒരു കേന്ദ്രമായിട്ടുള്ളത്. ഏറ്റവും നല്ല സംഗതി കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക എന്നതാണ്. അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന്, നിങ്ങളോട് എതിർപ്പ് കാണിക്കുന്ന ആളുകളിൽ നിന്ന് ഒക്കെ ശക്തമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, സയ്യിഅത്ത് നേരിടേണ്ടി വരുമ്പോൾ സയ്യിഅത്ത് തന്നെ ഒരു പ്രതികരണമായി നൽകുന്നതിന് പകരം അവർക്ക് നന്മയിൽ അധിഷ്ഠിതമായ, ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമായ നന്മ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിരോധമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് നൽകേണ്ടത് എന്നതാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വളരെ മഹത്തരമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് വളരെയേറെ സഹനം കാണിക്കുന്ന ആളുകൾക്കും അതുപോലെ വളരെ വലിയ ഭാഗ്യം സിദ്ധിച്ച ആളുകൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടി അള്ളാഹു അവിടെ വ്യക്തമാക്കിയുണ്ടായി. പിശാച് ഏതെങ്കിലും നിലക്ക് നിന്നില് ഒരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്, നിന്നെ ഒരു നസ്ഗ് സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൽ ശരണം തേടുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാണ് തുടർന്ന് പറയുകയുണ്ടായത്. അപ്പൊ അത് അള്ളാഹുവിന്റെ പ്രവാചകനും അതുപോലെ സത്യവിശ്വാസികൾക്കുമുള്ള ഒരു ഉപദേശമാണ്. പ്രതിയോഗികളിൽ നിന്ന് എതിർപ്പും ശത്രുതയും പകയോടുകൂടിയുള്ള പ്രതികരണങ്ങളും അതുപോലെ ദ്രോഹങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹസനത്ത് ആണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. വലാ തസ്തവിയൽ ഹസനത്തു വല സയ്യിഅ. അവരിൽ നിന്ന് നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒരുപക്ഷെ സയ്യിഅത്തായിരിക്കും. പക്ഷെ സയ്യിഅത്തും ഹസനത്തും ഒരുപോലെയല്ല. നിങ്ങൾ ഹസനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. നന്മയും തിന്മയും ഒരുപോലെയല്ല. നന്മ തന്നെയാണ് ഉയർന്നു നിൽക്കേണ്ടത്,
പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നല്ലത് അഹ്സനായതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. അങ്ങനെ ഉണ്ടായാലുള്ള ഒരു ഗുണം എന്താണ് എന്നത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളോട് വലിയ പകയും ശത്രുതയും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ നിങ്ങളുടെ വളരെ അടുത്ത മിത്രങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് കാണാം എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിച്ചത്. പക്ഷെ ഈ ഒരു സ്വഭാവപരമായ മഹിമ കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലപാട്, പ്രതികരണമൊക്കെ സാധിക്കുന്നത് വളരെ ഉയർന്ന അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സഹനം അവലംബിക്കാൻ ഒരു പരിശീലനം നേടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. മഹാഭാഗ്യവാന്മാരായ ആളുകൾ ആണ് അങ്ങനെ പ്രതികരിക്കാൻ സന്നദ്ധരാവുക. കാരണം അവര് സ്വഭാവപരമായ വലിയ വളർച്ച അല്ലെങ്കിൽ വലിയ സംസ്കരണം നേടിയിട്ടുണ്ടാകും. അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന അവരുടെ വിശ്വാസപരമായി അവർ നേടിയിട്ടുള്ള വലിയ ഒരു ഔന്നത്യമാണ്. അപ്പോ മഹാഭാഗ്യം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. അതുകൊണ്ട് എന്തെങ്കിലും നിലക്ക് വല്ല പ്രകോപനവും ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് പൈശാചികമായ വിധത്തില് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവമതിക്കുന്ന വിധത്തിലോ നിങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലോ പ്രകോപിപ്പിക്കുന്ന വിധത്തിലോ ഒക്കെ വല്ലതും ഉണ്ടായാൽ അള്ളാഹുവിൽ ശരണം തേടുക എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ വൈകാരികതക്ക് നമ്മൾ കീഴ്പ്പെട്ടു പോകാതെ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നന്മ ഉയർത്തിപ്പിടിച്ച് നിലകൊള്ളുന്നവരായി മാറേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം നേരത്തെ സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ സത്യവിശ്വാസ മാർഗത്തില് ഉറച്ചു നിന്നുകൊണ്ട് റബ്ബുനല്ലാ എന്ന് പറയുകയും ഇസ്തിഖാമത്ത് കാണിക്കുകയും ചെയ്ത ആളുകളെ അവർക്കുള്ള മലക്കുകൾ നൽകിയ ആശ്വാസ വചനങ്ങൾ ഒക്കെ നമ്മളെ കേൾപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മക്കയിലെ കുഫാറുകളെയും മുശ്രിക്കുകളെയും പൊതുജനങ്ങളെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സമാനമായ ഒരു ഭാഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച രണ്ടായത്തുകളിലായിട്ട് അങ്ങനെ ഒരു സംഗതിയാണ്. മനുഷ്യകുലത്തോടൊന്നാകെയായിട്ട് അള്ളാഹു ചില ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. പൊതുജനങ്ങളോടാണ് അത് മുഴുവനായിട്ട്. അത് വിശ്വാസികളോട് മാത്രമോ നിഷേധികളോട് മാത്രമോ ഒന്നുമല്ല, മറിച്ച് ജനങ്ങൾ മുഴുവനും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ഏകത്വത്തെ എങ്ങനെ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ കാര്യം ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ആ ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചോ എന്നതല്ല, എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യം മക്കയിലെ ആളുകൾക്കും അവിടുത്തെ കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരല്പം ചിന്തിക്കാൻ അവർ സന്നദ്ധരാവുകയാണെങ്കിൽ ഏറെ പ്രയോജനമുണ്ടാക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. ഈ രണ്ടായത്തുകളുടെ ഒരു പ്രത്യേകത, അത് തിലാവത്തിന്റെ സുജൂദ് ആവശ്യമായ ആയത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് സുജൂദ് നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ സൂചന. അപ്പൊ ഈ അതിലൊരു ഒരേ ഒരു വിഷയമുള്ളത്, ഇതിൽ രണ്ടായത്തുകളും സുജൂദ് അനിവാര്യമാകുന്ന സ്വഭാവമുള്ള അർത്ഥസാധ്യതയുള്ള ആയത്തുകളാണ്. അതുകൊണ്ട് ഏത് ആയത്തിന്റെ പാരായണത്തെ തുടർന്നാണ് സുജൂദ് നിർവഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നതേ ഉള്ളൂ. മുസഫില് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ 38-ാമത്തെ ആയത്തിനെ തുടർന്ന് സുജൂദ് നിർവഹിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ രണ്ടായത്തിനും ഉൾപ്പെടെ സുജൂദ് നിർവഹിക്കുന്ന രീതിയിലാണ് അതിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൂർവിക പണ്ഡിതന്മാര് അല്ലെങ്കിൽ ആദ്യ തലമുറയിൽപ്പെട്ട പ്രമുഖരായ ആളുകളിൽ ചിലര്
ഇതിലെ ഒന്നാമത്തെ 37-ാമത്തെ ആയത്തിന് ശേഷം സുജൂദ് നിർവഹിക്കുന്നവരായിരുന്നു. വേറെ ചിലരും 38-ാമത്തെ ആയത്തിന് ശേഷം സുജൂദ് നിർവഹിക്കുന്നവരായിരുന്നു. അങ്ങനെ അഭിപ്രായ ഭിന്നത അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതില് മുസഫില് രേഖപ്പെടുത്തിയ വിധത്തിൽ തന്നെ 38-ാമത്തെ ആയത്തിന്റെ പാരായണത്തെ തുടർന്ന് സുജൂദ് നിർവഹിക്കുന്ന ഒരു രീതിയാണ് കൂടുതൽ അഭികാമ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. രണ്ടായത്തിനും നമ്മള് സുജൂദിന്റെ ഒരു പ്രതികരണമാണ് നൽകുന്നത് എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഈ ആയത്തിന്റെ ആശയങ്ങളിലേക്ക് കടക്കാം. വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാറു. അള്ളാഹു മനുഷ്യകുലത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. വമിൻ ആയാത്തിഹി, പ്രപഞ്ച സൃഷ്ടാവിന്റെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവനെ ബോധ്യപ്പെടുന്നതിനുള്ള അടയാളങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാറു. ആയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള ഒരു അടയാളമാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ. അത് ഖുർആനിലെ ആയത്തായാലും പ്രപഞ്ചത്തിലെ ആയത്തായാലും അള്ളാഹു എന്ന അസ്തിത്വം യാഥാർത്ഥ്യമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടയാളം, അതാണ് ഒരു പ്രതിഭാസം, അതാണ് ആയത്ത്. അപ്പോ ഇവിടെ പറയുന്നത് വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാറു, രാവും പകലും, വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും ഇവിടെ അള്ളാഹുവിന്റെ ആയാത്തുകളായിട്ട് പരിചയപ്പെടുത്തപ്പെടുകയാണ്. അതിന്റെ മുമ്പായിട്ട് രാവും പകലും ആയാത്തുകളായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അള്ളാഹു സ്വദ്ദേശ്യപരമായി സൃഷ്ടിച്ച ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തില് ഉദ്ദേശ്യപൂർവമായിട്ട് അള്ളാഹു പല സംവിധാനങ്ങളും ചെയ്തു വച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന് സമഗ്രമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത ഒരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യം തിരിച്ചറിയാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് അടയാളങ്ങളാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. അവയുടെ കൂട്ടത്തില് അള്ളാഹു എന്നൊരു ആസൂത്രകൻ, ഒരു സ്രഷ്ടാവ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുവൻ അനിവാര്യമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് രാവും പകലും. രാവും പകലും എന്ന പ്രതിഭാസം മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിതം സാധ്യമാക്കുന്ന ഒരു പ്രതിഭാസമാണ്. രാവും രാവിനെ തുടർന്ന് പകലും പകലിനെ തുടർന്ന് രാവും എന്ന ക്രമീകരണം, അത് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ ലഭിക്കുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. സൂര്യപ്രകാശം തുടർച്ചയായിട്ട് ഒരു 10-12 മണിക്കൂർ ഭൂമിയിൽ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു വിരാമം ഇടുകയാണ് കുറച്ചു നേരത്തേക്ക്. അത് ഭൂമിയിലെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അതുപോലെ സസ്യലതാദികൾക്കും ഒക്കെ തന്നെ ഈ ഒരു ക്രമീകരണം ആവശ്യമാണ് എന്നത് നമുക്ക് അതിന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ വിലയിരുത്തിയാൽ എളുപ്പത്തിൽ ബോധ്യപ്പെടും. തുടർച്ചയായിട്ട് രാവും തുടർച്ചയായിട്ട് പകലും ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നൊരിടത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട്. രാവ് സർമതായിട്ട് അനന്തമായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പകല് അവസാനിക്കാത്ത വിധത്തിൽ പകല് തന്നെയാണ് എങ്കിൽ എങ്ങനെയാകുമായിരുന്നു കാര്യങ്ങൾ എന്ന് ഖുർആൻ ചോദിക്കുന്നത് കാണാം. അപ്പോ അള്ളാഹുവിന്റെ അതിമഹത്തരമായ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് അവൻ രാവിനെയും പകലിനെയും നമുക്ക് അനുഭവപ്പെടുന്ന വിധത്തില് രൂപകൽപ്പന ചെയ്തു എന്നത്. അത് അള്ളാഹുവിന്റെ അതിവിസ്മയകരമായ പ്രതിഭാസങ്ങളിൽ പെട്ടതാണ്. അതുപോലെ വന്നഹാർ വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും പരാമർശിക്കുന്നതിന് മുമ്പ് രാവും പകലും സൂചിപ്പിച്ചത് ഉദ്ദേശപൂർവമായിരിക്കണം. കാരണം സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ബോധ്യപ്പെടുന്നത് സൂര്യനെയും ചന്ദ്രനെയും അവയുടെ ഫംഗ്ഷനുകൾ, അവ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് രാവും പകലും എന്ന പ്രതിഭാസത്തിലൂടെയാണ്. അപ്പൊ രാവും പകലും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പൗരാണിക സമൂഹങ്ങളില് സൂര്യനെ ആരാധിക്കുന്നവരും ചന്ദ്രനെ ആരാധിക്കുന്നവരും അതുപോലെ രാവിനെ പൂജിക്കുന്നവരും പകലിനെ പൂജിക്കുന്നവരും ഒക്കെ ആയിട്ട് പല തരം ശീലങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സൂര്യാരാധകര് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ പലയിടങ്ങളിലും ഉണ്ട്. ചന്ദ്രനെ ദേവതയായിട്ട് കണ്ടുകൊണ്ട് ചന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പരിപാടികളൊക്കെ അതും ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ സൂര്യനെയും ചന്ദ്രനെയും അല്ലെങ്കിൽ രാവിനെയും പകലിനെയും അല്ല പൂജിക്കേണ്ടത്, അല്ല ആരാധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരുന്ന സൂചനകളിൽ പെട്ടതാണ്. അതൊന്നും തന്നെ ആരാധിക്കപ്പെടേണ്ട ദിവ്യത്വമുള്ളവയല്ല. മറിച്ച് ഇവയെ സൃഷ്ടിച്ചവനായ ഒരുവനുണ്ട്, അവനാണ് നിങ്ങളുടെ ആരാധന അർഹിക്കുന്നവൻ. അവനല്ലാത്ത മറ്റൊരാളുടെയും അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഇതാണ് മനുഷ്യരാശിയോടായിട്ട് ഖുർആൻ പറയുന്ന കാര്യം. രാവും പകലും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ അല്ല പ്രണമിക്കേണ്ടത്, നിങ്ങൾ പ്രണാമം ചെയ്യേണ്ടത്, നിങ്ങൾ സുജൂദ് നിർവഹിക്കേണ്ടത് സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ അല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഭാസത്തിനല്ല. മറിച്ച് വസ്ജുദൂലില്ലാ, നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, പ്രണാമം അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. എന്തുകൊണ്ടാണ്? അല്ലദീ ഖലഖഹുന്ന, ഇവയെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് സുജൂദ് അർപ്പിക്കേണ്ടത്. കാരണം അവനാണ് അതിന് അർഹതയുള്ളത്. സൂര്യനും ചന്ദ്രനും രാവും പകലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്, ചില അടയാളപ്പെടുത്തലുകളായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അടയാളങ്ങളെ അല്ലെങ്കിൽ ഈ ദൈവിക സൃഷ്ടികളെ നിങ്ങൾ അവയുടെ മഹത്വം പരിഗണിച്ചുകൊണ്ട് ആരാധിക്കുക, അവക്ക് പ്രണാമം അർപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വിഡ്ഢിത്തമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധന അർപ്പിക്കേണ്ടത്, നിങ്ങൾ വിധേയപ്പെടേണ്ടത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെയാണ്. അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവന്റെ ഇബാദുകളാകാൻ ഒരുക്കമുള്ളവരെങ്കിൽ എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന് അടിമപ്പെടുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്. അവനാണ് സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ പ്രണാമം അർപ്പിക്കേണ്ടത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു അതിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവന്റെ അടിമകളാവാൻ ഇബാദുകളാവാൻ ഒരുക്കമുള്ളവരെങ്കിൽ, അത് ഒരു ചോയ്സ് ആയിട്ട് അള്ളാഹു തന്നിരിക്കുകയാണ്. മനുഷ്യന് വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദായിക്കൊണ്ട് ജീവിക്കാം, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് നീങ്ങിയ പിശാചിന്റെ വഴിയിലൂടെയും സഞ്ചരിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഇബാദത്താണ് നിങ്ങളെ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിന് അടിമപ്പെടുക എന്നതാണ്, അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാവുക എന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്, സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല. ഇതാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. മക്കയിലെ കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കും യുക്തിപരമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു തലമാണ് ഇവിടെ വിശദമാക്കപ്പെട്ടിട്ടുള്ളത്. സൂര്യനും ചന്ദ്രനും മഹത്വമുള്ളവ തന്നെയാണ്. രാവും പകലും അതിമഹത്തരമായ പ്രതിഭാസങ്ങൾ തന്നെയാണ് എന്ന് കരുതി നിങ്ങൾ രാവിനെയും പകലിനെയും അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും
ആരാധിക്കുകയോ അവയ്ക്ക് പ്രണാമം അർപ്പിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ തന്നെ യുക്തി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാവും പകലും അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനുമാണോ ആരാധന അർഹിക്കുന്നത്? അതോ അവയെ സൃഷ്ടിച്ചൊരുക്കിയ അള്ളാഹുവാണോ ആരാധനയും കീഴ്പ്പെടലും പ്രണാമവും ഒക്കെ അർഹിക്കുന്നത് എന്നതാണ് യുക്തിബോധത്തോടു കൂടി അവര് പരിഗണിക്കേണ്ട വിഷയം. ഇതാണ് ഖുർആൻ ഇവിടെ നിർദ്ദേശിക്കുന്ന കാര്യം. നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാസന്മാരാവുക എന്ന ജീവിത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യേണ്ടത്, സൂര്യനും ചന്ദ്രനും അല്ല. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക പ്രതിഭാസങ്ങളായിട്ട് നമുക്ക് അവയെ കാണാം. പക്ഷെ ഒരിക്കലും തന്നെ അവ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന പദവിയിൽ നിന്ന് ഒരു തരിമ്പ് പോലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെയല്ല ആരാധിക്കേണ്ടത്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കല്ല പ്രണാമം അർപ്പിക്കേണ്ടത്. മറിച്ച് സൃഷ്ടികർമ്മം നടത്തിയ അള്ളാഹുവിനാണ് പ്രണാമം അർപ്പിക്കേണ്ടത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഷിർക്കിനെതിരെയുള്ള ഇസ്ലാമിന്റെ ഒരു കണ്ടസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയെ അല്ല, സ്രഷ്ടാവിനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നതാണ് യുക്തി കൊണ്ട് തന്നെ മനുഷ്യന് ബോധ്യപ്പെടുന്ന കാര്യം. ഈ കാര്യം ഉൾക്കൊള്ളാത്ത ആളുകള്, യുക്തി തലത്തിന് അധികം ബോധ്യപ്പെടാത്ത ആളുകള് ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കാത്തവരാണ് എന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം സ്വാഭാവികമായ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിലെ ഏതേത് പ്രതിഭാസമാണെങ്കിലും അതൊക്കെയും തന്നെ ദൈവിക സൃഷ്ടികളാണ്. ദൈവിക സൃഷ്ടികളെ അല്ല, മറിച്ച് ഈ സംഗതികളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, അവനാണ് പ്രണാമം അർപ്പിക്കേണ്ടത് എന്നത് ആർക്കും കേവല യുക്തി കൊണ്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ്, അവന് വിധേയപ്പെട്ട് അവന്റെ ദാസന്മാരാവുക എന്നതാണ് എങ്കിൽ നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും പ്രണാമം അർപ്പിക്കാൻ വേണ്ടിയല്ല മുതിരേണ്ടത്. മറിച്ച് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യാൻ നിങ്ങൾ മുതിരേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫൈൻ ഇസ്തക്ബറു, ഇനി അവര് ധിക്കാരം കാണിക്കുന്നുവെങ്കിൽ, അഹന്തയോടുകൂടി അതിന് മടി കാണിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും അതിന്റെ മനഃശാസ്ത്രം? മക്കയിലെ ആളുകൾ അല്ലെങ്കിൽ ഈ ആയാത്തുകൾ കേൾക്കുന്ന ആരായാലും അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾപ്പിച്ച ഈ ആയാത്തുകൾ കേട്ടുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? അതിന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരേ ഒരു കാരണം കിബിറാണ്. എന്താണ് കിബിർ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുക്തിഭദ്രമായ പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിടപിടിച്ച് നിന്നിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നല്ലോ. അവരാലോചിക്കുന്നത് മുഹമ്മദ് വല്ലതൊക്കെ പറയുമ്പോഴേക്ക് അത് കേട്ടനുസരിക്കേണ്ട ആളുകളാണോ ഞങ്ങള്, നമുക്ക് എന്താ ഒരു വ്യക്തിത്വം ഇല്ലേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ആ ഒരു കാര്യം അവരിൽ കിബിർ ഉണ്ടാക്കുകയാണ്. മുഹമ്മദ് ഇത് പറയുമ്പോഴത്തേക്ക് അത് ചെയ്യാൻ, അങ്ങനെ സുജൂദിൽ വീഴാൻ നമ്മൾ ആരാ എന്നതാണ് അവരെ അലട്ടുന്ന ഒരു ചോദ്യം. അപ്പോ അതാണ് അവരിൽ കിബിർ ഉണ്ടാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നു. അത് നമ്മൾ അതേപടി അങ്ങ് കേട്ടനുസരിച്ചാൽ നമ്മൾ മുഹമ്മദിന്റെ താഴെയായി പോവില്ലേ? നമ്മൾ കൊച്ചായ പോലെയല്ലേ? നമ്മള് മുഹമ്മദും ഒക്കെ ഒരേപോലെ ആയിരുന്ന ആളുകളാണല്ലോ ഇവിടെ. എന്നിട്ട് ഇപ്പോ മുഹമ്മദ് വല്ലാണ്ട് ഉയർന്നു നിൽക്കുകയും നമ്മൾ അവനെ അനുസരിക്കുന്നവരാവുകയും ചെയ്യുക എന്നത് എങ്ങനെ സ്വീകാര്യമാകും? ഇതാണ് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ അലട്ടുന്ന തരം ചോദ്യം. അപ്പൊ ഫൈൻ ഇസ്തക്ബറു, അവര് കിബിർ കാണിച്ച് അഹന്ത കാണിച്ച് അതിന് കൂട്ടാക്കാതിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ, ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവരുണ്ടല്ലോ, അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച
മലായികത്തുകളും അതുപോലെയുള്ള ആളുകൾ, ശുഹദാക്കളും അംബിയ മുർസലുകളും ഒക്കെ ആയിട്ടുള്ള അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളുകൾ, മുഖ്യമായിട്ടും മലക്കുകൾ. അതുകൊണ്ട് ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ആളുകളുണ്ടല്ലോ, അവര് യുസബ്ബിഹൂന ലഹു, അവനായിട്ട് പ്രകീർത്തനം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബില്ലൈലി വന്നഹാർ, രാവും പകലും ഇടതടവില്ലാത്ത വിധത്തില് അവർ അള്ളാഹുവിനുള്ള പ്രകീർത്തനം നിർവഹിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഹും ലാ യസ്അമൂൻ, അവർക്കതിൽ യാതൊരു വൈമനസ്യവുമില്ല, യാതൊരു മടുപ്പും അവർ കാണിക്കുന്നില്ല. നമ്മൾ ഇന്നലെ അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹ് ചെയ്തതല്ലേ, ഇനി ഇന്ന് അതാവൂല, മടുത്തു എന്ന് പറയുന്ന ഒരു നിലപാട് ഇവരിൽ ആരിലും ഇല്ല എന്നാണ് അള്ളാഹു സാക്ഷ്യപ്പെടുത്തി പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ, അള്ളാഹുവിനോട് സാമീപ്യം നൽകപ്പെട്ടവർ, ഈ ആളുകൾ, അത് മലക്കുകളും അതുപോലെ മനുഷ്യവർഗത്തിൽപ്പെട്ട ചിലരൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഘട്ടത്തിൽ അവരെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, അവരാരും തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതില് എന്തെങ്കിലും വൈമനസ്യമുള്ളവരല്ല, അവരൊക്കെയും തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, രാവും പകലും നിരന്തരം തടസ്സമില്ലാത്ത വിധത്തില് തസ്ബീഹിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവര്. മാത്രവുമല്ല വഹും ലാ യസ്അമൂൻ, അവരതില് ഒരു മടുപ്പുള്ള ആളുകളല്ല. ഒരുപാട് തസ്ബീഹ് ചെയ്തില്ല, ഇനിയിപ്പോ വയ്യ എന്ന് തോന്നുന്ന ആളുകളല്ല. ഇതാണ് വഹും ലാ യസ്അമൂൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. വഹും ലാ യമുല്ലൂൻ എന്നും അതിന് അർത്ഥം കാണാം. അതുപോലെ അറബിയില് സമാനമായ പല അർത്ഥങ്ങളും നൽകപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവര് യാതൊരു നിലക്കുള്ള വൈമനസ്യമുള്ളവരോ മടുപ്പ് അനുഭവപ്പെടുന്നവരോ മതി എന്ന് തോന്നുന്നവരോ ഒന്നുമല്ല. ഇവര് നിരന്തരം യാതൊരു മടിയുമില്ലാതെ, യാതൊരു വൈമനസ്യവുമില്ലാതെ, യാതൊരു മടുപ്പും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് സാമീപ്യം നേടാൻ സാധിച്ചിട്ടുള്ള അവന്റെ മലായികത്തുകളും അതുപോലെയുള്ളവരൊക്കെ തന്നെ. അതുകൊണ്ട് യാതൊരു നിലക്കും അവരെ നിർബന്ധിക്കേണ്ടതില്ല. അവര് കിബ്ർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ വിട്ടേക്ക്, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക് എന്നതാണ് അതിന്റെ സൂചന. കാരണം ഫൈനിസ്തക്ബറു, കാരണം എന്താ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ആള് തികയാത്തതുകൊണ്ടല്ല ഇവരെ ആ മാർഗത്തിലേക്ക് വിളിക്കുന്നത്. അവരുടെ തന്നെ ജീവിത പ്രയാണം വിജയകരമാവണമെങ്കിൽ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരായി മാറണം. അതിനു വേണ്ടിയാണ് അവരെ വിളിക്കുന്നത്. ഇനി അവര് അഹങ്കാരം കാണിച്ചുകൊണ്ട് കൂട്ടാക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽ യാതൊരു മടുപ്പും മടിയും കാണിക്കാത്ത, അള്ളാഹുവിനോട് സാമീപ്യം നൽകപ്പെട്ടിട്ടുള്ള ധാരാളം പേരുണ്ട് എന്നാണ് അള്ളാഹു തുടർന്ന് അവരോടായിട്ട് പറയുന്നത്. അപ്പോ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന നിലക്കാണ് അള്ളാഹു രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹുവിന്റെ ആയാത്തുകളായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെയല്ല, അള്ളാഹുവിനെയാണ് പ്രണാമിക്കേണ്ടത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.